നമ്മുടെ ആ പ്രോബ്ലംസിൽ നിന്ന് മാറുക മാത്രമല്ല, പക്ഷേ ദൈവത്തെ കൊണ്ട് നമ്മുടെ ലൈഫ് നിറയ്ക്കുക. ആത്മീകത എന്നുള്ളതിന് ഒരുപക്ഷെ കാലഘട്ടങ്ങൾ മുന്നോട്ട് പോയപ്പം അതിൻ്റെ ആ ഒരു അന്തസത്ത തന്നെ പലപ്പോഴും പുതിയ തലമുറയിൽ മാറിപ്പോയോ എന്നൊരു സംശയമുണ്ട്. ചർച്ച് ചെല്ലുമ്പോൾ കാണിക്കുന്ന കുറച്ച് പ്രകടനങ്ങൾ, ശരിക്കുമുള്ള സ്പിരിച്വാലിറ്റി സ്റ്റാർട്ട് ചെയ്യുന്നത് ദൈവവുമായിട്ടുള്ള ഒരു എൻകൗണ്ടർ മൊമെന്റ്സിലാണെന്ന് ഞാൻ പറയും. എൻ്റെ നാവിൽ നിന്ന് ഒരു വാക്ക് തെറ്റായി വീണ ആ നിമിഷം തന്നെ അരുതേ എന്ന് എൻ്റെ അകത്തുനിന്ന് കേൾക്കുന്ന ഒരു ശബ്ദം. നമ്മൾ പറഞ്ഞ സ്പിരിച്വാലിറ്റി ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യം പ്രാർത്ഥന എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ നമ്മുടെ പഠിച്ചു വെച്ചൊരു പ്രാർത്ഥനയല്ല, ശരിയായിട്ട് നമ്മൾ പ്രെയർ ടൈം എങ്ങനെ യൂസ് ചെയ്യണം എന്നുള്ളത്. നമ്മുടെ ആവശ്യങ്ങൾ പറയുന്നത് മാത്രമാണോ പ്രാർത്ഥന, അതോ പ്രാർത്ഥനയുടെ ശരിയായിട്ടുള്ളൊരു വേ ഫാസ്റ്റ് റെക്കമെൻഡ് ചെയ്യുന്നത്? ഈ ദ കാൽവറി റോഡ് എന്ന് പറയുന്നൊരു പുസ്തകമുണ്ട്. അതിലൊരു മനുഷ്യൻ എഴുതിയിരിക്കുന്ന ഒരു ഭാവനയുണ്ട്. എല്ലാവരും ഇങ്ങനെ ലൈനായിട്ട് പാനപാത്രം പിടിച്ചുകൊണ്ട് നിൽക്കുകയാണ്. നമ്മളെല്ലാം പ്രാർത്ഥിക്കുന്ന എൻ്റെ പാനപാത്രം നിറഞ്ഞ് കവിയണം. ഇപ്പം കർത്താവ് അതിൽ വരുന്നുണ്ട്. കർത്താവിൻ്റെ ഒരു വലിയ പാത്രം ഉണ്ടാവും, നിറച്ചുകൊണ്ട് പകരാൻ വേണ്ടി തന്നെയാണ് വരുന്നത്. അപ്പോൾ ഓരോരുത്തരുടെ പാത്രം ഇങ്ങനെ വക്കോളം നിറച്ച് കൊടുത്ത് എൻ്റെ അടുക്ക വരിക, നമ്മുടെ അടുത്ത് വരിക. അപ്പോൾ നമ്മുടെ പാത്രത്തിലേക്ക് നോക്കിയപ്പം കർത്താവ് കാണുന്ന അതിനകത്ത് പല്ലിക്കാഷ്ടം, എലിക്കാഷ്ടം, ചെലന്തി വല, പാറ്റ ചത്തത് ഇതെല്ലാം കിടക്കുക. അപ്പോൾ കർത്താവ് പറയുകയാണ്, അതെ എനിക്കിതിലേക്ക് ഒഴിക്കാൻ പറ്റില്ല, നീ ഇത് പോയൊന്ന് ക്ലീൻ ചെയ്തിട്ട് വരണം. പക്ഷെ നമ്മളെന്താ ചെയ്യുന്നത്? നമ്മൾ കേൾക്കാനിരിക്കുമല്ല, ഭയങ്കര സൗണ്ടിൽ നമ്മൾ ആക്രോശിക്കുകയാണ്. ഇപ്പോൾ ഒഴിക്ക്, ഈ നിമിഷം പകരട്ടെ, വ്യാപരിക്കട്ടെ. അപ്പോഴും കർത്താവ്, അല്ലേ പകരം ഞാൻ ഒഴിക്കാൻ വന്നാണ്, ഒന്ന് കേക്ക് ഒന്ന് ക്ലീൻ ചെയ്തിട്ടു. അപ്പോൾ നമ്മൾ സൗണ്ട് ഡബിളാക്കി, ഈ പൊഴിക്കും നീ പകരും എന്നൊക്കെ പറയാൻ തുടങ്ങി. അവസാനം കർത്താവിന് മനസ്സിലായി ഇത് കേൾക്കാനിരിക്കുന്നതല്ല. സങ്കടത്തോടെ എൻ്റെ പാത്രത്തിൽ പകരാൻ കഴിയാതെ അടുത്തയാളുടെ അടുത്തേക്ക് ഇങ്ങനെ ഒഴിഞ്ഞങ്ങ് മാറിപ്പോകുന്ന ഒരു കാഴ്ച. നമ്മുടെ പ്രാർത്ഥനാ മുറിയിൽ യേശു കർത്താവ് വന്ന് നിന്നാൽ ആദ്യം സംഭവിക്കാൻ പോകുന്ന എന്താണ്? ഉത്തരം, ആദ്യം സംഭവിക്കാൻ പോകുന്ന കർത്താവ് നമ്മുടെ തെറ്റുകളെക്കുറിച്ച് ബോധ്യം തരും. നമ്മുടെ വിഷയം അങ്ങോട്ട് പറയുന്നതിന് മുമ്പേ, ശരിയാണ്, നമ്മുടെ ആവശ്യമൊക്കെ പറയുന്നതിന് മുമ്പേ ആദ്യത്തെ ഘട്ടത്തിൽ ചോദിക്കണം, കർത്താവേ എനിക്ക് കുറേ കാര്യങ്ങൾ അങ്ങോട്ട് പറയണമെന്നുണ്ട്, അത് പറയുന്നതിനുള്ള തടസ്സം എന്നാന്ന് എന്നെ ഒന്ന് ബോധ്യപ്പെടുത്താമോ? എന്നിട്ട് മനസ്സ് ശാന്തമാക്കിയാൽ മതി. തള്ളി കയറി വരും. ആ പറഞ്ഞതാ, ചെയ്തതാ, ചിന്തിച്ച് എല്ലാം സെറ്റിൽ ചെയ്യുക, ക്ഷമ ചോദിക്കുക, ക്ലിയർ ആക്കുക, എന്നാലേ പ്രാർത്ഥന നടക്കൂ. ഫസ്റ്റ് സ്റ്റെപ്പ് ഓഫ് പ്രയർ കൺഫെഷൻ. അല്ലെങ്കിൽ നമ്മൾ ചുമ്മാ പോയി ഷോപ്പിംഗ് ലിസ്റ്റ് പോലെ കൊടുത്തേച്ച് വരുന്നതല്ലല്ലോ. അപ്പം അത് കഴിഞ്ഞ് ഈ പ്രാർത്ഥനയിൽ പല കാര്യങ്ങൾ സംഭവിക്കും. കാരണം നമ്മൾ ഈ ഷോപ്പിംഗ് ലിസ്റ്റ് പ്രാർത്ഥന എന്ന് പറഞ്ഞാൽ അങ്ങ് മാറ്റിവെക്കുകയാണല്ലോ. എനിക്ക് അത് തരണം, ഇത് തരണം, യേശുവിൻ്റെ നാമത്തിൽ ആമേൻ മാറ്റിവെക്കുക. അപ്പോൾ ഇത് കഴിയുമ്പോൾ ചിലപ്പോൾ നമ്മൾ എന്ത് ചെയ്യും? ആ പ്രസൻസ് ഇങ്ങനെ അങ്ങ് ഫീൽ ചെയ്യും. ചിലപ്പോൾ നമ്മളൊരു പാട്ടായിരിക്കാം പാടുന്നത്, ചിലപ്പോൾ ബൈബിള് വായിക്കുകയായിരിക്കാം, ചിലപ്പോൾ ഇങ്ങനെ ചുമ്മാ കണ്ണടച്ചിരുന്ന്, ചിലപ്പോൾ ഇങ്ങനെ ഏങ്ങി കരഞ്ഞിങ്ങോട്ട് കയറി വരും. വാക്കുകളൊന്നും വരത്തില്ല, കുഴപ്പമില്ല. കാരണം കർത്താവിന് ആ ഏങ്ങലിനെ, ആ കണ്ണുനീരിനെ പാരഗ്രാഫും സെൻറ്റൻസുകളുമായിട്ട് റീഡ് ചെയ്യാൻ പറ്റും. അപ്പോൾ അങ്ങനെ കുറേ നേരം അങ്ങ് ചിലവഴിക്കും. ചിലപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് ഞാൻ ഈ പറഞ്ഞ പോലെ ബൈബിൾ വായിക്കലുണ്ട്, പാട്ടുണ്ട്, ഇതെല്ലാം ഉണ്ട്. ഇത് കഴിയുമ്പം കുറച്ച് സമയം ഒന്ന് കേൾക്കണം. അതിന് മനസ്സ്, കാത്, ആത്മീക കണ്ണ്, ആത്മീക ചെവിയൊക്കെ തുറന്നേ ഇരിക്കാവുള്ളൂ. കാരണം എന്നാലേ ഇത് കമ്മ്യൂണിക്കേഷൻ ആകത്തുള്ളൂ. 2 വേ ആണല്ലോ കമ്മ്യൂണിക്കേഷൻ. അപ്പോൾ നമ്മളവിടെ ഇരിക്കുന്ന സമയത്ത് കർത്താവ് ചിലപ്പോൾ നമ്മളെ തെറ്റിതിരുത്തും, റെബ്യൂക്ക് ചെയ്യും, ആശ്വസിപ്പിക്കും, ഗൈഡ് ചെയ്യും. അപ്പോൾ എന്ത് പറ്റുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നമ്മളിങ്ങനെ വലിയ പെയ്യാൻ തയ്യാറായ കാർമേഘം കൊണ്ടാണ് വന്നത്, ഇത് മൊത്തം പെയ്തു, ഇപ്പോൾ ആകാശം നല്ല ക്ലിയറായി. ആ പ്രാർത്ഥന ഞാൻ എഴുന്നേറ്റ് പോകുമ്പോണ്ടല്ലോ, ആ വ്യക്തിയുടെ മുഖത്തൊരു ഭയങ്കര കോൺഫിഡൻസ് ഉണ്ട്, ആ വ്യക്തിക്ക് ഭയങ്കരമായൊരു ധൈര്യമുണ്ട്, ആ വ്യക്തിയുടെ ലൈഫ് മൊത്തം ചേഞ്ചായി, ലൈഫ് ചേഞ്ചിങ് എക്സ്പീരിയൻസ് ആയിട്ട് പ്രയർ അങ്ങോട്ട് മാറും. പക്ഷേ ഇപ്പോൾ ഈ പ്രയറിനെ കുറിച്ച് ഇങ്ങനെ പറഞ്ഞപ്പോൾ എനിക്ക് പെട്ടെന്ന് ഓർമ്മ ഒരു കൗൺസിലിംഗ് സെക്ഷൻ പോലെ തന്നെയാണ്. ദൈവം നമ്മുടെ ഒരു പേഴ്സണൽ കൗൺസിലറായിട്ട് നിൽക്കുന്ന ഒരു
അതെ, വേ അല്ലേ പാസ്റ്റർ ഇതിപ്പോൾ എക്സ്പ്ലെയിൻ ചെയ്തു വന്നേ. എക്സാക്ട്ലി. കർത്താവ് എന്തോരം അങ്ങനെ ചെയ്തിട്ടുണ്ട്. ഇപ്പൊ യോശുവ ഭാരപ്പെട്ടിരുന്നപ്പോ എന്ന് പറഞ്ഞില്ലേ, ഉറപ്പും ധൈര്യം ഞാനില്ലേ കൂടെ എന്നാ ചോദിക്കുന്നത്. ഒരു പേഴ്സണൽ കൗൺസിലർ പോലെ നിൽക്കുന്ന ഒരു കർത്താവ്. കറക്റ്റ്. സോ പക്ഷെ നമ്മളിപ്പോൾ പ്രെയറിൽ സ്റ്റാർട്ട് ചെയ്ത പോലെ തന്നെ ഫസ്റ്റ് കൺഫെഷൻ, എന്നോട് സംസാരിക്കണമേ എന്ന് ദൈവത്തോട് പ്രാർത്ഥിക്കുമ്പോൾ ദൈവം ആദ്യം നമ്മുടെ അതെ. തെറ്റുകളെ ഉണർപ്പിക്കും. പിന്നെ ദൈവത്തിൻ്റെ പ്രസൻസ് നമ്മൾ ഫീൽ ചെയ്യുക. അതാണ് പ്രെയർ എന്ന് പറയുന്ന ഒരു ഇമ്പോർട്ടൻറ്റ്. നമ്മുടെ ആവശ്യങ്ങൾ പറയുന്ന മാത്രമല്ല, ദൈവത്തിൽ നിന്നും കേൾക്കാൻ തയ്യാറാവും. അതോടൊപ്പം പാസ്റ്റർ പറഞ്ഞൊരു കാര്യമാണ് നമ്മുടെ ബൈബിൾ മെഡിറ്റേഷൻ. പാസ്റ്റർ, നമ്മൾ ബൈബിൾ മെഡിറ്റേറ്റ് ചെയ്യുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളുണ്ട്. അതോ നമ്മളിപ്പം ചിലർ കവർ ടു കവർ വായിക്കുന്നവരുണ്ട്. അത് പിന്നെ വായിച്ച് ഒരു ദിവസം ഒരു അധ്യായം വായിക്കണമല്ലോ എന്ന് വിചാരിച്ച് വായിക്കുന്നവരുണ്ട്. പിന്നെ ചിലർ പിന്നെ ഒരു അധ്യായം വായിക്കുക, പിന്നെ ചിലർ പിന്നെ കേട്ടിട്ടുണ്ട് ഒരു വാക്യം വായിച്ച് ചില വാക്യങ്ങൾ മാത്രം വായിച്ച് ധ്യാനിക്കുക, അങ്ങനെ പലതൊക്കെ കേട്ടിട്ടുണ്ട്. അപ്പോൾ ഇൻ ബൈബിൾ റീഡിങ് പാസ്റ്റർ റെക്കമെൻഡ് ചെയ്യുന്ന കാര്യങ്ങൾ? നമ്മളതിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് പറയാറുള്ളൊരു പദമാണ് ക്വയറ്റ് ടൈം. യെസ്. അത് 2 വാക്കാണ്. ഒന്ന് ക്വയറ്റ് ആയിരിക്കണം, 2 ഇൻറ്റൻഷണൽ ടൈമാണ്. യെസ്. അപ്പോൾ അതിൽ ബൈബിളുമായിട്ട് നമ്മൾ ഇരിക്കുന്ന സമയത്ത് ധ്യാനിക്കാനാണ് ഇരിക്കുന്നതെങ്കിൽ ഇസഹാക്ക് ധ്യാനിപ്പാൻ വെളിംപ്രദേശത്ത് എന്ന് വെച്ചാൽ ആരുടെയും ഡിസ്റ്റർബൻസ് ഇല്ലാതെ. കാരണം ഇസഹാക്ക് വീട്ടിലിരുന്ന് കഴിഞ്ഞാൽ ഇസഹാക്കിൻ്റെ ചുറ്റും എനിക്ക് തോന്നുന്നു ആയിരക്കണക്കിന് ആൾക്കാരുണ്ട്. അവിടുത്തെ ആ സർവൻസും വീട്ടിനകത്തെ ആൾക്കാരും 318 അഭ്യാസികൾ ഇപ്പം എത്രയായെന്ന് അറിയത്തില്ല, അവർ വെറ്റുപെരുകി. പിന്നെ ഉള്ള ഇടയന്മാർ, ഇതെല്ലാം പ്രശ്നം തീർക്കാനും ഗൈഡൻസിനും പുള്ളി വലിയൊരു കിങ് പോലുള്ള ആളാണ്. അതിൻ്റെ ആ തിരക്കിൻ്റെ ഇടയ്ക്കും പുള്ളി സമയം കണ്ടെത്തി. പുള്ളി പോയി ആരുടെയും ഡിസ്റ്റർബൻസ് അല്ലാതെ. കർത്താവ് അങ്ങനെയല്ലേ, രാത്രി ക്വയറ്റ് ആയിട്ടുള്ള സമയത്ത് ആരുടെ ശല്യമില്ലാതെ. എന്ന് വെച്ചാൽ അത് കർത്താവ് ആ ധ്യാനിക്കാൻ വേണ്ടി പോയതൊരു ക്വാളിറ്റി ടൈമാണ്. തിരക്കില്ലാത്തത് കൊണ്ട് പോയതല്ല. പിറ്റേ ദിവസം അടുത്ത ഗ്രാമത്തിലോട്ടാണ് പോകുന്നത്. തലേ ദിവസം ഫുൾ മിനിസ്ട്രി കഴിഞ്ഞിട്ടാണ് ഉറങ്ങാതിരുന്നത്. ടൈറ്റ് ഷെഡ്യൂൾഡ് അകത്താണ്. അതൊക്കെ നമുക്കൊക്കെ ഭാവന കാണാൻ പറ്റുമെന്ന് എനിക്കറിയത്തില്ല. നമ്മളൊക്കെ പകല് ഫുള്ള് ബിസിയാണെങ്കിൽ എത്ര നേരം ബെഡ് കണ്ടാൽ പിന്നെ രാത്രിയായാൽ പിന്നെ തീർന്നു, നമ്മൾ തളർന്നു പോകും. കാരണം പിറ്റേ ദിവസം യാത്ര ചെയ്യാനുള്ളത്. പക്ഷെ അതാ ഞാൻ പറഞ്ഞ രണ്ടാമത്തെ പദം, ടൈം ഇൻറ്റൻഷനലാണ്. അതാ ഒരു വാക്യമുണ്ട്, മാൻ നീർത്തോടുകളിലേക്ക് ചെല്ലാൻ കാംക്ഷിക്കുന്നത്. എന്തിനാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതാണ് നമ്മൾ ആദ്യം പറഞ്ഞതിൻ്റെ ഡിഫറൻസ്. ഞാൻ രാവിലെ 5 മണിക്ക് എഴുന്നേക്കും, 5 തൊട്ട് 5:15 വരെ എൻ്റെ ഡിവോഷൻ ടൈമാണ്. അതിനു വേണ്ടി ബൈബിള് തുറന്നു. നോ, അത് ഡിവോഷൻ അല്ല. ശരിക്കുമുള്ള ഡിവോഷൻ നടക്കുന്നത് ഈ ദാഹം വരുമ്പോഴാണ്. എനിക്ക് ഇപ്പോൾ ഈ ആടൊക്കെ ഇങ്ങനെ, ആടിൻ്റെ ഒരു പ്രത്യേകത, ഇങ്ങനെ തിന്ന് ഇതിങ്ങനെ പുല്ല് കണ്ട ഒരു രക്ഷയില്ല. ഇതിങ്ങനെ തിന്ന് വയറിങ്ങനെ ബോള് പോലെ ആയി കഴിയുമ്പോൾ ഒരു ദാഹമുണ്ട് ഇതിന്. പിന്നെ ഒരു ഓട്ടോ വെള്ളത്തിന് വേണ്ടി. അല്ലെങ്കിൽ അടുത്തത്, നീതിക്ക് വേണ്ടി വിശന്ന് ദാഹിക്കുന്നവർ ഭാഗ്യവാൻ എന്ന് പറയത്തില്ലേ. അത് ഈ മരുഭൂമിയിലൊക്കെ പോകുമ്പം പൊടിക്കാറ്റടിക്കും. അപ്പോൾ ഈ മരുഭൂമിയിലെ രാജ്യങ്ങളിലുള്ള ആൾക്കാരെ നമ്മൾ ശ്രദ്ധിച്ചറിയാം, അവർക്കൊരു ശിരോവസ്ത്രമുണ്ട്, അതിലിങ്ങനെ തൂങ്ങിക്കിടക്കുന്ന തൊങ്ങലൊക്കെ ഉണ്ട് അറേബ്യൻ രാജ്യങ്ങളിൽ. അതെന്തിനാന്ന് വെച്ചാൽ പൊടിക്കാറ്റടിക്കുമ്പോൾ പെട്ടെന്ന് വായു മൂക്കും കൂട്ടിക്കെട്ടാൻ വേണ്ടി, അത് തലയിലൊന്നും പൊടി അടിക്കാതിരിക്കാൻ വേണ്ടിയാണ് ശിരോവസ്ത്രം ഇടുന്നത് ശരിക്കും. അപ്പോൾ ഈ കൂട്ടിക്കെട്ടിക്കഴിഞ്ഞാലും എത്ര കെട്ടിയാലും ചെറിയ സൂക്ഷ്മമായ പൊടി അകത്ത് ചെല്ലും. പിന്നെ ഒരു ദാഹമുണ്ട്, എത്ര വെള്ളം കുടിച്ചാലും ആ ദാഹം തീരില്ല. ശരിക്കുള്ള ഡിവോഷൻ നടക്കുന്നത്, എനിക്ക് സർവൈവ് ചെയ്യാൻ പറ്റത്തില്ല, ദൈവത്തിൻ്റെ ഒരു വാക്ക് എനിക്ക് കിട്ടിയിട്ടല്ലാതെ എനിക്ക് ഒരു ഇഞ്ചിഞ്ഞ് പറ്റില്ല, അതൊരു ദാഹമാണ്. എന്നിട്ട് നമ്മൾ ചെന്ന് ബൈബിള് തുറന്നിരിക്കുമ്പോൾ ഉണ്ടല്ലോ, ഓരോ വാക്കും നമുക്ക് ഭയങ്കര ഫീലാണ്. അതായത് ഗ്രിഗറി പറഞ്ഞ പോലെ, ഞാൻ ധ്യാനിക്കാനിരിക്കുമ്പോൾ ഒരു സ്പോഞ്ച് പോലെ ഞാൻ അങ്ങ് ലയിക്കും. വെള്ള സ്പോഞ്ചിൻ്റെ അകത്തോട്ട് കയറുന്ന പോലെ വചനം എന്നെ സോക്ക് ചെയ്യാൻ ഞാൻ അനുവദിക്കും. എന്നിട്ട് ഐ പ്രിഫർ ടു ലേ ഡൗൺ ഇൻ ഇറ്റ്, അതിലങ്ങ് കിടക്കും. ഈ നമ്മൾ ഈ മൃഗങ്ങളെക്കുറിച്ച് പറയുമ്പം പശു, കാള, എരുമ, പോത്ത്, ഇതിൽ ഈ എരുമയ്ക്കും പോത്തിനൊക്കെ ഒരു സ്വഭാവമുണ്ട്. അത് ഈ ലോക്കലായിട്ടുള്ള ആളുകൾക്കറിയാം. ഇതിനെ വെള്ളത്തിലേക്ക് വിട്ടു കഴിഞ്ഞ് ഇത് കയറത്തില്ല. അതാണ് മലയാളത്തിലൊരു ചൊല്ലുള്ള, കന്നിനെ കയം കാണിച്ച പോലെ എന്ന് പറയും. കാരണം ഇത് വെള്ളം കിട്ടിക്കഴിഞ്ഞാൽ ഇത് ആ വെള്ളത്തിലങ്ങ് കിടക്കും. പോരെ, എത്ര വലിച്ചാലും ഇത് ഇറങ്ങത്തില്ല. കാരണം അത്രയും അത് എൻജോയ് ചെയ്യുന്നുണ്ട്.
ഇപ്പം എന്താണ് ശരിക്കുമുള്ള ഡിവോഷൻ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതങ്ങ് എൻജോയ് ചെയ്യുകയാണ്. ഒരു കമിതാവ് എഴുതിയ കത്ത് കാമുകി വായിക്കുമ്പോൾ അത് വായിച്ചാലും തീരാതെ വായിക്കുന്നത് പോലെ അതാ ബന്ധത്തിൻ്റെ പ്രത്യേകതയാണ്. ഇല്ലെങ്കിൽ ഗൾഫിൽ പോയി ഒരു വിവരമില്ല, ഫോണില്ലാത്ത കാലം, ഭർത്താവിൻ്റെ ഒരു കത്ത് വരാൻ കാത്തിരിക്കുന്ന ഭാര്യ. എനിക്ക് സെമിനാരി പഠിച്ചപ്പം എൻ്റെ റൂമിലുണ്ടായിരുന്നത് ഒരു മനുഷ്യനാണ്. അദ്ദേഹത്തിൻ്റെ ഭാര്യ വടക്കേ ഇന്ത്യയിലായിരുന്നു, ഞാൻ കേരളത്തിലാണ് പഠിച്ചത്. ആഴ്ചയിൽ ഒരു ദിവസമേ പുള്ളി കത്തെഴുതുള്ളൂ, കാരണം അത് അന്നേ സമയം കിട്ടും. ഞായറാഴ്ച 4 മണിക്ക് എഴുതാനിരുന്നാൽ പേപ്പറുകൾ തീരുന്ന അറിയത്തില്ല. ഞാനിരുന്ന് ഇങ്ങനെ വണ്ടറടിക്കും, ഇങ്ങനെയൊക്കെയല്ലേ കുടുംബജീവിതം, ഭാവിയിൽ ഞാനൊക്കെ കല്യാണം കഴിക്കും, ഇങ്ങനെയൊക്കെ ഞാൻ കത്തെഴുതും എന്നൊക്കെ ഞാൻ വിചാരിച്ചിട്ടുണ്ട്. കാരണം 5ഉം 6ഉം പേപ്പറായി എഴുതിയാലും തീരില്ല. അപ്പം ഞാൻ പിന്നെ ഓർക്കും, ഇത് ആ ഭാര്യയുടെ കൈ കിട്ടുമ്പോൾ പിന്നെ 4 ദിവസം കഴിയും. അപ്പോൾ ആ ഭാര്യ ഇത് എത്ര തവണ വായിക്കും? അപ്പം അതതിൻ്റെ ആ ബന്ധത്തിൻ്റെ ഇത് എന്ന് പറഞ്ഞതുപോലെയാണ് ഈ ബൈബിള്. ചിലർക്ക് അവരാണ് മെഡിറ്റേറ്റ് ചെയ്യുന്നവർ. അവർക്ക് എത്ര വായിച്ചാലും കൊതി തീരില്ല. എന്ന് മാത്രമല്ല, ചില ആളുകൾ ചെയ്യുന്നൊരു പ്രാക്ടീസ് ഉണ്ട്. അവരിപ്പം ഒരു ഭാഗത്തുനിന്ന് വായിച്ചു തുടങ്ങിയെങ്കിൽ അങ്ങനെ, ഇല്ലെങ്കിൽ അവർക്ക് പ്രിഫറബിൾ ആയിട്ടുള്ള ചില പാസേജ് ആണെങ്കിൽ വാട്ടെവർ. പക്ഷേ ഈ പാസേജിനോട് ചില ചോദ്യങ്ങൾ ചോദിക്കും, എന്നാലേ അത് അടുത്ത തലത്തിലേക്ക് പോയുള്ളൂ. അതായത്, ഈ ഭാഗം ദൈവത്തെക്കുറിച്ച് എന്താ എന്നെ പഠിപ്പിക്കുന്നത്? എന്തെങ്കിലും പഠിപ്പിക്കുന്നുണ്ടോ? ഇല്ലെങ്കിൽ ഈ ഭാഗം എന്നെക്കുറിച്ച് എന്തെങ്കിലും വെളിപ്പെടുത്തുന്നുണ്ടോ? എനിക്ക് കണക്ട് ചെയ്യാൻ പറ്റിയ, ഞാൻ ചെയ്യേണ്ട എന്തെങ്കിലും ഉണ്ടോ? എന്തെങ്കിലും ഒരു മാറ്റം, ഒരു ചേഞ്ച് പ്രപ്പോസ് ചെയ്യുന്നുണ്ടോ ഈ ഭാഗം? എന്തെങ്കിലും ഹോപ്പ് തരുന്നുണ്ടോ? ചോദ്യങ്ങൾ ചോദിക്കുക. അങ്ങനെ ചില ചോദ്യങ്ങൾ, ഈ വൈ, വാട്ട്, ഹൗ, വെൻ, വേർ എന്നൊക്കെ ചോദിക്കുന്ന പോലെ ഈ പാസേജ് വായിച്ചിട്ട് അതിലേക്ക് കുറെ ചോദ്യം ചോദിക്കുമ്പോഴാണ് നമ്മൾ അതിലേക്ക് അങ്ങ് പച്ചയായ പുൽപ്പുറത്ത് അങ്ങ് കിടന്നത്. അപ്പോൾ ഇതിൻ്റെ ഉത്തരങ്ങൾ നമ്മളോട് ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കും. അപ്പോൾ ആ മെഡിറ്റേഷൻ തന്നെ ഒരു വലിയ ട്രാൻസ്ഫോർമേഷൻ ആയിട്ട് മാറും ജീവിതത്തിൽ.